ക്യാബേജും ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് ഒരു വ്യത്യസ്ത രീതിയിൽ മസാല ഫ്രൈ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ക്യാബേജ്, ഉരുളക്കിഴങ്ങ്, തക്കാളി, പച്ചമുളക്, വഴണയില, ഗ്രാമ്പൂ, ഏലക്കയൊക്കെയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഒരു മസാല പേസ്റ്റ് തയ്യാറാക്കാം. അതിനായിട്ട് 1.5 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതോ നന്നായിട്ട് കൊത്തിയരിഞ്ഞതോ എടുക്കുക. 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് ശകലം വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ കലക്കിയെടുക്കുക. കട്ടയില്ലാണ്ട് ഇതുപോലെ കലക്കി മാറ്റി വയ്ക്കുക. ഇനി ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് വഴണയിലയും ഗ്രാമ്പൂ, ഏലക്ക, പട്ടയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് നന്നായിട്ട് പൊട്ടി വരുമ്പം പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പച്ചമുളകിൻ്റെ എരിവ് നന്നായിട്ട് ആ എണ്ണയിൽ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചത് വെള്ളത്തിൽ നിന്ന് മാറ്റി എണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇത് മൂത്ത് കിട്ടാനായിട്ട് ചെറിയ തീയിൽ വേണം മൂപ്പിക്കാനായിട്ട്. അപ്പോൾ അത് നന്നായിട്ട് വെന്തും കിട്ടും, ഒന്ന് ശകലം ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. അടച്ച് വെച്ച് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് ചെറിയ ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ മൂപ്പിച്ചെടുക്കുക. അപ്പം ഉരുളക്കിഴങ്ങും ഏകദേശം വെന്ത് കാണും, ഒരു 1/4 വേവ് ആയി കാണും. ഈ സമയമാകുമ്പം ഇതിലേക്ക് മസാല പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് എണ്ണ തെളിയുന്നത് വരെ നന്നായിട്ട് വഴറ്റി മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മൂത്ത് കിട്ടുമ്പം സൈഡിലേക്കൊക്കെ അതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരുമ്പം മസാല നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും, ആ പച്ചമണം മാറി കിട്ടുകയും ചെയ്യും. അതിലേക്ക് തക്കാളി അരിഞ്ഞ് വെച്ചത്, ഇതിപ്പോൾ 1 തക്കാളിയാണ് എടുത്തത്. തക്കാളി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ച് തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടുന്നത് വരെ, ഒന്ന് ചെറുതായിട്ട് ഉടഞ്ഞു വരുന്നത് വരെ അടപ്പ് വെച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഏകദേശം തക്കാളി നന്നായിട്ട് വെന്ത് വരുമ്പം സ്വാദിനാവശ്യമുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ക്യാബേജ് ചേർക്കാം. തീരെ പൊടിയായിട്ട് അരിയേണ്ട, കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ ഇതുപോലെ അരിഞ്ഞെടുത്താൽ മതി. കുറച്ച് കനത്തിലും കൂടെ അരിയുകയാണെങ്കിൽ ഒട്ടും കുഴയാതെ നമുക്ക് ഡ്രൈ ആയിട്ട് എളുപ്പം കിട്ടുകയും ചെയ്യും. നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ക്യാബേജ് ഒന്ന് വാടി കിട്ടുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കുക. ഇത് ക്യാബേജ് എടുക്കുമ്പോഴും വെള്ളം ഒരുപാട് വിടുന്ന ക്യാബേജ് എടുക്കരുത്. കുറച്ച് കട്ടിയുള്ള ക്യാബേജ് എടുക്കുന്നതായിരിക്കും ഈ കറി തയ്യാറാക്കാനായിട്ടും നല്ലത്. ഇതുപോലെ നന്നായിട്ടൊന്ന് വാടി കിട്ടുമ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പ് ഒന്ന് തിളപ്പിച്ച ഗ്രീൻ പീസാണ് ചേർത്തത്. ഗ്രീൻ പീസ് ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഒരു കളർഫുള്ളായിട്ട് ഇരിക്കുകയും ചെയ്യും. അതിലേക്ക് സ്വാദിനാവശ്യമുള്ള മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് 2 മിനിറ്റ് ആവി കയറ്റി എടുക്കുകയാണെങ്കിൽ ക്യാബേജ് ഉരുളക്കിഴങ്ങ് മസാല നമുക്ക് റെഡിയാവും. ഇത് ചോറിനൊപ്പവും അല്ലെങ്കിൽ ചപ്പാത്തിയുടെ ഒപ്പവും നമുക്കിത് വിളമ്പാവുന്നതാണ്. ബംഗാളി സ്റ്റൈലിൽ തയ്യാറാക്കുന്ന ഈ ക്യാബേജ് മസാല ഈ രീതിയിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വ്യത്യസ്ത രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റാവുന്ന ക്യാബേജ് കറി എന്ന് പറയാം, ഡ്രൈ ആയിട്ടുള്ള കറി ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക.